തിരുവനന്തപുരം പാലോട് നവവധു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അജാസ് മർദ്ദിക്കുന്നത് കണ്ടെന്ന ഭർത്താവ് അഭിജിത്തിന്റെ മൊഴി. ശംഖുമുഖത്ത് വെച്ചാണ് മർദ്ദിച്ചത്. തെളിവെടുപ്പിനായി അജാസുമായി പോലീസ് സംഘം ശംഖുമുഖത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. എ വി ജയശങ്കർ തിരുവനന്തപുരത്തെ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, പോലീസ് സംഘം പ്രതികളുമായി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ അജാസിന്റെയും ഒപ്പം തന്നെ അഭിജിത്തിന്റെയും മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ടല്ലോ. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? അതായത് ഇന്ന് രാവിലെ നടത്തിയ ചോദ്യം ചെയ്യലാണ് ഈ അഭിജിത്ത് അജാസ് മർദ്ദിച്ചു എന്ന ഒരു ഗുരുതരമായ മൊഴി നൽകുന്നത്. പിന്നീടാണ് ഉച്ചയോടെയാണ് എവിടെ വെച്ചാണ് മർദ്ദിച്ചത്, എങ്ങനെയാണ് ഈ മർദ്ദനമുണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനോട് അഭിജിത്ത് പറയുന്നത്. പിന്നീട് ആദ്യഘട്ടത്തിൽ അജാസ് ഈ മൊഴികളെല്ലാം തന്നെ നിഷേധിച്ചെങ്കിലും പിന്നീട് ഈ കാര്യം സമ്മതിച്ചു. ഇതിനുശേഷമാണ് പോലീസ് അജാസുമായി ശംഖുമുഖത്തേക്ക്, ഈ സംഭവം നടന്ന ശംഖുമുഖത്തേക്ക് തെളിവെടുപ്പിന് വേണ്ടി പോയത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് പോലീസ് ശംഖുമുഖത്ത് അജാസിന് എത്തിച്ചുള്ള തെളിവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം പാലോടേക്ക് പോലീസ് സംഘം മടങ്ങിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇനി സ്റ്റേഷനിൽ തിരിച്ചെത്തിയ ശേഷം ഡിവൈഎസ്പി കൂടി എത്തിയതിന് ശേഷം ഈ അറസ്റ്റ്, അഭിജിത്തിൻ്റെയും അജാസിൻ്റെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ അജാസിനെതിരെ SC അട്രോസിറ്റി ആക്റ്റും ഒപ്പം തന്നെ മർദ്ദനം, അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്നിങ്ങനെ കുറ്റങ്ങൾ ചുമത്തിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. അഭിജിത്തിനെതിരെയും സമാനമായ രീതിയിൽ മർദ്ദനത്തിനും ആത്മഹത്യാ പ്രേരണ കുറ്റവും പോലീസ് ചുമത്തുമെന്നും നമ്മൾ അറിയുന്നു. എന്തായാലും മൊബൈൽ ഫോൺ ഉൾപ്പെടെ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ അജാസും അഭിജിത്തും അടുത്ത സുഹൃത്തുക്കളാണ്. അജാസിന് ഈ മരിച്ച ഇന്ദുജിയുമായി വലിയ തോതിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇവരുടെ ബന്ധം അഭിജിത്തിന് അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അഭിജിത്തിൻ്റെ കൂടി മൊഴികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു ഗാർഹിക പീഡനവും പിന്നീടുണ്ടായ ആത്മഹത്യ എന്ന തരത്തിലാണ് വാർത്തകൾ വന്നെങ്കിൽ ഇപ്പോൾ ആ കഥ ആകെ മാറിയിരിക്കുന്നു. ഇത് പുതിയ തലത്തിലേക്ക് പോയിരിക്കുന്നു. സുഹൃത്തുക്കൾ, ഈ രണ്ട് സുഹൃത്തുക്കൾ ചേർന്ന് മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചേർന്നു. ഈ പീഡനം അത് ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് നിലവിൽ പോലീസിൻ്റെ നിഗമനം. എന്തായാലും ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്താനാണ് പാലോട് പോലീസിൻ്റെ തീരുമാനം. SC അട്രോസിറ്റി ആക്ട് ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കേസന്വേഷണം നെടുമങ്ങാട് DSP ഏറ്റെടുത്തതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും പോലീസ് കോടതിയിൽ സമർപ്പിക്കും. എന്തായാലും കുടുംബം ഉന്നയിച്ചതുപോലെ ഒരു ഗാർഹിക പീഡനവുമായി സംബന്ധിച്ച തെളിവുകൾ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുഹൃത്ത് അജാസ് മർദ്ദിക്കുന്നത് കണ്ടെന്നാണ് ഭർത്താവ് അഭിജിത്തിന്റെ മൊഴി. എന്നാൽ അഭിജിത്തിന്റെയും മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് സംഘം ശംഖുമുഖത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായാണ് ഈ നീക്കം.